നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡി കൂടി SITക്കൊപ്പം അന്വേഷണത്തിലെത്തുമ്പോൾ എല്ലാ രീതിയിലും എല്ലാ ഭാഗത്തു നിന്നും പ്രതികളെ കുരുക്ക് മുറുക്കി അകത്തിടാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ പ്ലാൻ. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ 12 പേർക്ക് നോട്ടീസ് അയക്കാൻ ഇഡിക്ക് നിയമോപദേശം ലഭിച്ചിരിക്കുന്നു. കടകംപള്ളിയുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം ഇഡി സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. നിലവിൽ സാക്ഷികൾക്കുള്ള സമൻസ് ആയിരിക്കും മുൻ മന്ത്രിക്ക് നൽകുക എന്നാണ് സൂചന. എന്നാൽ കേസിലെ മറ്റു പ്രതികളുടെയും സംശയനിഴലിലുള്ളവരുടെയും വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുകയാണ് ഏജൻസി. കടകംപള്ളിയുടെ മൊഴി വിശകലനം ചെയ്ത് തുടരന്വേഷണമാണ് ഇഡി ആലോചിക്കുന്നത്. കേസിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ ഇഡി നിരീക്ഷിക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയാൽ അടുത്ത ആഴ്ചയോടെ ഇവർ ജാമ്യത്തിലിറങ്ങാൻ സാധ്യതയുണ്ട്. പ്രതികൾ പുറത്തിറങ്ങിയാലുടൻ ഇവർക്ക് സമൻസ് നൽകാനാണ് ഇഡിയുടെ നീക്കം. ഫെബ്രുവരി ആദ്യ വാരത്തോടെ ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കും. കേസിൽ നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബു നിലവിൽ ജാമ്യത്തിലിറങ്ങിയ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ഇതിനോടകം സമൻസ് അയച്ചിട്ടുണ്ട്. ഫെബ്രുവരി ആദ്യവാരം ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി കടകംപള്ളിയുടെയും കുടുംബാംഗങ്ങളുടെയും ബാങ്ക് അക്കൗണ്ടുകളും ആസ്തി വിവരങ്ങളും ഇഡി ശേഖരിച്ചു കഴിഞ്ഞു. ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ ലഭിച്ച പണം എങ്ങോട്ടേക്കോ ഒഴുകി എന്നതാണ് അന്വേഷണ സംഘം പ്രധാനമായി പരിശോധിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ട കൃത്യമായ തീയതിയും സമയവും ഇഡി കേന്ദ്രങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. അന്വേഷണം വിപുലീകരിക്കുന്നതോടെ ദേവസ്വം ബോർഡിലെ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീണ്ടേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ ആഴവും വ്യാപ്തിയും പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ദേവസ്വം മന്ത്രിയായിരുന്ന കാലയളവിലെ സുപ്രധാന തീരുമാനങ്ങളും വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള സാമ്പത്തിക ഇടപാടുകളുമാണ് ഇഡിയുടെ പ്രധാന നിരീക്ഷണത്തിലുള്ളത്. കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും തമ്മിലുള്ള ബന്ധത്തിൽ ഇടനിലക്കാർ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. സ്വർണ്ണ ഉരുപ്പടികളുടെ തൂക്കത്തിൽ വന്ന കുറവും ശുദ്ധീകരിക്കുന്നതിനായി കൊണ്ടുപോയ സ്വർണത്തിന്റെ കണക്കുകളിലെ പൊരുത്തക്കേടും നേരത്തെ തന്നെ വിവാദമായിരുന്നു. ഇതിനു പിന്നിൽ വലിയൊരു കള്ളപ്പണ ശൃംഖല പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ഇഡിയുടെ നിഗമനം. പ്രതികളുടെ സ്വത്തുക്കളും ബാങ്ക് നിക്ഷേപങ്ങളും കണ്ടുകെട്ടുന്നതടക്കമുള്ള കർശന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജനുവരി 20 കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ 21 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാനത്ത് നിന്നും നിർണായക രേഖകളും 20 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധനയ്ക്കിടെ ഇഡി സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവയെല്ലാം പരിശോധിച്ച ശേഷമാണ് ഫെബ്രുവരി ആദ്യവാരം ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ചിലർക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ഉദ്യോഗസ്ഥരെയും വിശദീകരണം നൽകാൻ വിളിപ്പിച്ചിട്ടുണ്ടെന്നാണ് സൂചന. സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ജയിലിലാണെങ്കിലും കമ്പനിയുമായി ബന്ധപ്പെട്ട ഉന്നത അധികൃതരിൽ നിന്ന് മൊഴിയെടുക്കും. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് എന്നിവരെയും ഇഡി ചോദ്യം ചെയ്യാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നു. ഇഡി റെയ്ഡിന് പിന്നാലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടി രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചിരുന്നു. റെയ്ഡിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 100 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണക്കട്ടിയും പിടിച്ചെടുത്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടിളപ്പാളി കേസിൽ ജയിൽവാസം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 90 ദിവസവും ഫെബ്രുവരി ആദ്യവാരം പൂർത്തിയാകും. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിക്കാതെ പോറ്റിക്ക് നേരിട്ട് സമൻസ് നൽകാനാണ് ഇഡി ആലോചിക്കുന്നത്. ജയിൽ മോചിതനാകാൻ കാത്തിരിക്കാനാണ് തീരുമാനം. സമാനമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ തുടങ്ങിയവരും നിലവിൽ ജയിലിലാണ്. ഇവരെയും ചോദ്യം ചെയ്യാനായി കോടതിയെ സമീപിക്കേണ്ടതുണ്ടോ എന്ന ആലോചനയും നടക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദ് എന്നിവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസുകളിൽ അഡ്വക്കേറ്റ് NK ഉണ്ണികൃഷ്ണനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി സർക്കാർ നിയമിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള കേസ് നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ്
NK ഉണ്ണികൃഷ്ണനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. തൃശൂർ സ്വദേശിയാണ് NK ഉണ്ണികൃഷ്ണൻ. ജിഷ വധക്കേസിലടക്കം സംസ്ഥാനത്തെ പ്രമാദമായ ഒട്ടേറെ കേസുകളിൽ NK ഉണ്ണികൃഷ്ണൻ പബ്ലിക് പ്രോസിക്യൂട്ടറായി കോടതികളിൽ ഹാജരായിട്ടുണ്ട്. നിലവിൽ വിചാരണ നടക്കുന്ന കൂടത്തായി കൊലപാതക കേസിലും ഉണ്ണികൃഷ്ണനാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. SITക്ക് പുറമെ EDയും കേസിൽ അന്വേഷണം വിപുലീകരിക്കുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ച സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസുകളിൽ പ്രതിയായ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ ED ഇന്ന് നോട്ടീസ് നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കേസിലെ സർക്കാർ നടപടികളെ പ്രതിപക്ഷവും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും ഇനി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ അടക്കം ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചു കഴിഞ്ഞാൽ അത് CPMന് വലിയ തിരിച്ചടിയാകും. അത് പ്രതിപക്ഷത്തിന് കൃത്യമായിട്ടൊരു ആയുധമാക്കാൻ സാധിക്കുമെന്നുള്ള ഭയം ഇടതുപക്ഷത്തിനുണ്ട്. മാത്രമല്ല, ഈ കൊള്ളയിൽ ഇനി അടുത്തത് ആരൊക്കെയാണ് കുടുങ്ങാൻ പോകുന്നത് എന്നുള്ള ചോദ്യം കൂടിയാണ് ബാക്കിയാവുന്നത്. SITക്കൊപ്പം ED കൂടിയാണ് ഇപ്പോൾ പ്രതികൾക്ക് നോട്ടീസ് നൽകാനായിട്ട് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ തുടർ നടപടി എന്നോണം നോട്ടീസ് അയക്കും. ഓരോരുത്തരെയായിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ റിമാൻഡിലാക്കാനുള്ള സാധ്യതയും മുൻപിലുണ്ട്.